ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുറിവുണക്കാൻ ബി.ജെ.പി. വിവിധ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ എന്നിവരെ ഇന്നലെ തന്നെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ നേരിട്ട് വിശദീകരിച്ചു. ജാമ്യം ലഭിച്ചതോടെ സഭയും അയഞ്ഞ നിലപാടിലാണ്. സഹായിക്കാനിറങ്ങിയ ഒടുവിൽ പ്രതിസന്ധിയിലായ അവസ്ഥയാണ് ബി.ജെ.പിക്ക്. ഒപ്പമുള്ള ഹിന്ദു സംഘടനകൾ എതിർക്കുന്നു എന്ന് മാത്രമല്ല, സഹായം ലഭിച്ച ക്രിസ്ത്യൻ സഭകളും ഇതുവരെയില്ലാത്ത പ്രതിഷേധമാണ് നടത്തിയത്. അകപ്പെട്ട വലിയ കുഴിയിൽ നിന്നും കരകയറാനാണ് ഇതോടെ ബി.ജെ.പിയുടെ ശ്രമം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെട്ട നടപടിയിൽ ക്രൈസ്തവ സഭാ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചത്. സിറോ മലബാർ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ക്ലീമിസ് കത്തോലിക്ക ബാവ എന്നിവരെ ഇന്നലെ നേരിട്ട് കണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ആശയവിനിമയം നടത്തി. സഭയുടെ സമരത്തിൽ SDPI ഉൾപ്പെടെ നുഴഞ്ഞുകയറിയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. 100% ഞാൻ പറഞ്ഞിട്ടുള്ള 9 സ്ഥലങ്ങളിൽ SDPIയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അവിടെ ഇത് സഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതല്ല. പർപ്പസ്ഫുള്ളി SDPIയെ ഒരു രൂപതകളിൽ നിന്നും ഒരു സഭകളിൽ നിന്നും SDPIയെ ഈ വിഷയത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞവരെ വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. പക്ഷെ ഇവർക്ക് അതിനകത്ത് കൃത്യമായ അജണ്ടയുണ്ട്, ഉദ്ദേശമുണ്ട്. അതേസമയം ബി.ജെ.പിയുടെ പുതിയ നീക്കത്തെയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള പരിവാർ സംഘടനകൾ എതിർക്കുകയാണ്. പരിവാറിനുള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യവും ഇതോടെ ഉയരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ കാര്യകർത്താവായിട്ടുള്ള ഡോക്ടർ സുരേന്ദ്ര ജെയിൻ വളരെ വ്യക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ആള് ഈ ജയിലിൽ നിന്നിറങ്ങിയ കന്യാസ്ത്രീയെ സ്വീകരിക്കാൻ പോയ നടപടി തെറ്റാണെന്നും ബി.ജെ.പി. ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെ നയം നിർബന്ധിത മതപരിവർത്തനത്തിനും ഒക്കെ തന്നെ എതിരാണ് എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ക്രൈസ്തവ സഭകൾ മൗനത്തിലായത് ബി.ജെ.പിക്ക് ആശ്വാസമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സഭയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ന്യൂസ് 18 കോട്ടയം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ മധ്യ കേരളത്തിലേക്കാണെന്ന് തോന്നുന്നു മഴ കാര്യമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വരുന്ന ദൃശ്യങ്ങളിൽ പലതും കാര്യമായി തന്നെ വെള്ളക്കെട്ടുണ്ടാവുന്നു, മഴ തുടർച്ചയായി പെയ്യുന്നു. ഈ സാഹചര്യമാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇപ്പോൾ 1 മണിയുടെ അലർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലായിരുന്നു നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓറഞ്ച് അലർട്ടും കൂടുതലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഒപ്പം തന്നെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ചില കർശന നിർദ്ദേശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം രാവിലെ മുതൽ നമ്മൾ കാണുകയും ചെയ്താണ് എറണാകുളം, ഒപ്പം തന്നെ തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് താഴുകയും ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. ഒപ്പം തന്നെ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി പല മേഖലകളിലും ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലുള്ളവർ യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ മഴക്കെടുതി മൂലം വലിയ രീതിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ട്, പലയിടത്തും റോഡുകൾ ഇടിഞ്ഞു താഴ്ന്ന ഒരു സാഹചര്യം. അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. മലപ്പുറത്തും സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ 1 മണിക്ക് പുറത്തു വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടും ഒപ്പം തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലുമാണ് അതിരൂക്ഷമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളത് തന്നെയാണ്. നാളത്തെ അലർട്ട് കൂടി വന്നിട്ടുണ്ട്. നാളെ 2 ജില്ലകളിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ
റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. മലപ്പുറം, കോഴിക്കോട്, ഒപ്പം തന്നെ വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ കാര്യമായ അലർട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും നാളെയോടുകൂടി ഈ ഒരു മഴയ്ക്കൊരു ശമനം ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശ്രീജ, ശരി. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മധ്യകേരളത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. ഷൊർണൂരിൽ ഇറിഗേഷൻ ഓഫീസിനകത്താണ് വെള്ളം കയറിയത്. ജീവനക്കാർ മേശപ്പുറത്ത് കയറിയാണ് വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൃശ്ശൂരിലും എറണാകുളത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കലൂർ, ഇടപ്പള്ളി, ടോൾ, കളമശ്ശേരി, മരട് എന്നിങ്ങനെയുള്ള താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി. അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴയാണ് കൊച്ചിയിൽ പെയ്തത്. തൃപ്പൂണിത്തുറ, പേട്ട, താമരശ്ശേരി, കരീത്തറ റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണു. എറണാകുളം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല. റെഡ് അലർട്ടിൽ ഇന്നലെ, അതായത് അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്ന് ഇപ്പോൾ നേരിയൊരു ശമനമാണ് രാവിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എറണാകുളത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊച്ചി നഗരത്തിൽ കാര്യമായ രീതിയിലുള്ള മഴയുണ്ടായെങ്കിലും വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പലയിടങ്ങളിലും തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്ന റോഡ് എന്ന് പറയുന്നത് കലൂർ കടവന്ത്ര റോഡാണ്. കലൂർ കടവന്ത്ര റോഡിലെ അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ സ്റ്റേഡിയം ലിങ്ക് റോഡിലേക്ക് വരുന്നു. സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇത് പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇവിടെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത് ഭയങ്കര മഴ. ഇന്നലത്തെ രാത്രിത്തെ മഴ ഭയങ്കര മഴയായിരുന്നു. ഒറ്റ മഴ കൊണ്ട്. അപ്പോൾ ഇനി 5 ദിവസം മഴ എന്ന് പറയുന്നത്, 5 ദിവസം കൊണ്ട് ഇത് എന്താവും എന്നുള്ളത് ദൈവത്തിന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ തവണയെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുമെങ്കിലും ഇത്ര കണ്ട ഈ ഒരു രൂക്ഷത അനുഭവപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വെള്ളക്കെട്ട് വളരെ അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ ഇതുവഴി കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കടന്നു പോകുന്നത്. വെള്ളക്കെട്ട് ഭയങ്കരമായി പോയി. അവിടെ നിന്ന് തുടങ്ങിയുള്ളതാണ് ഇത്. ഈ റോഡ് അത്ര ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നു. കുഴപ്പമില്ല. ഇപ്പം എല്ലാം മറ്റേ കാണാനെല്ലാം ബ്ലോക്കായി കിടക്കണോണ്ടാണ് അതാണ് പറ്റിയത്. നോക്കിയിരുന്ന് കുഴപ്പമുണ്ടാവില്ല. അന്ന് ഇവിടെ ആദ്യമായിട്ട് ഇത്രയും വെള്ളക്കെട്ട് മറ്റിടങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലൂടെ വന്നിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ചുറ്റുപാടും വെള്ളക്കെട്ടുണ്ടോ? അല്ല, ഞാൻ വൈപ്പിന്ന് തന്നെയാണ്. അവിടെയൊന്നും അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അത് കാണുന്നത്. ഇത്രയും ദിവസങ്ങളിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ഈ അടുത്ത കണ്ടിട്ട്. ഏതായാലും ഇരുചക്ര വാഹനങ്ങൾക്കടക്കം കടന്നു പോകുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇതിന് പുറമെ തന്നെ കളമശ്ശേരിയിലും ഇതുപോലെ തന്നെ റോഡുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. തൃപ്പൂണിത്തുറ, പേട്ട, കലൂർ കടവന്ത്ര റോഡുകൾ, അതോടൊപ്പം തന്നെ MG റോഡിൻ്റെ പല ഭാഗങ്ങളിൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ, ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു രൂക്ഷത എല്ലായിടത്തും തന്നെ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷത നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ചിലയിടങ്ങളിലെങ്കിലും നഗരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ 3 മരണം. കോട്ടയം പാല പ്രവിത്താനത്ത് സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് 2 പേർ മരിച്ചത്. മേലുകാവ് സ്വദേശിനി ധന്യ, അന്തിനാട് സ്വദേശിനി ജോമോൾ ബെന്നി എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കുണ്ട്. പാലക്കാട് മുണ്ടൂരിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരനാണ് മരിച്ചത്. മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. മറ്റു വാർത്തകൾ നോക്കാം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ താൻ പൂർണ്ണ യോഗ്യയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്ന് സാന്ദ്ര തോമസ് ആവർത്തിച്ചു. 2 സിനിമകൾ മാത്രമാണ് സാന്ദ്ര നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത്. ഇതിനെതിരെ എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും അതിനാൽ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്.
സംഘടനയുടെ കാടത്തവും ഗുണ്ടായിസവുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ കണ്ടതെന്നും തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഭരണാധികാരി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. ഈ ഭരണാധികാരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് 100% എന്റെ ഭാഗത്താണ് ശരിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതാണ്. 100% എന്റെ ഭാഗത്താണ് ശരിയെങ്കിലും എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗുണ്ടകളാണ് അസോസിയേഷൻ ഭരിക്കുന്നതെന്നും സാന്ദ്ര ആവർത്തിച്ചു. പത്രിക തള്ളിയതിനെ ചൊല്ലി ഭരണാധികാരിയും സാന്ദ്രയും തമ്മിൽ വാക്കേറ്റം നടന്നു. മൂന്നാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലുള്ളതാണെന്നും അത് യോഗ്യതയെ പരിഗണിക്കാനാകില്ല എന്നുമായിരുന്നു ഭരണാധികാരിയുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അമ്മയിലെ ഒരു വിഭാഗം നടിമാർ. കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ അത് തങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കോടതിയെ സമീപിക്കുന്നത്. വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന മാലാ പാർവതിയുടെ വിമർശനം ഉഷ ഹസീന തള്ളി. നടിമാരായ പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷ ഹസീന എന്നിവരാണ് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. 2018 നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് കുക്കുവിന്റെ കൈവശമുണ്ടെന്നും അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പല താരങ്ങളെയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം. അതിനാൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടിമാർ. നടൻ ബാബുരാജിനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്ന നടിമാർ ഉയർത്തിയ ആരോപണം അമ്മയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രമാണെന്ന് മാലാ പാർവതി വിമർശിച്ചു. ഇപ്പോൾ നടക്കുന്നത് ബാബുരാജിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട പോസ്റ്റിൽ മാധ്യമങ്ങളിലൂടെ ഉപദേശിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും അദ്ദേഹം ജീവിതകാലം മരണം വരെ മറക്കില്ല എന്നൊരു ഭീഷണിയാണെന്ന് യൂട്യൂബർ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മളൊക്കെ പ്രശ്നത്തിലാണല്ലേ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. വൻ ഭീഷണി, അതിനുശേഷം നിരയായി ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുക. വൻ ഭീഷണിയാണ് നമുക്കൊക്കെ. അപ്പൊ അങ്ങനെ എന്തെല്ലാ പറയുന്നത്. ആരോപണം പൂർണ്ണമായും തള്ളി നടി ഉഷ ഹസീനയും രംഗത്തെത്തി. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, അത് തെറ്റായ ധാരണയാണ്. ഞാൻ ഇപ്പൊ തന്നെ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ വോയിസ് ഡിലീറ്റ് ചെയ്തു. കുക്കുവിന്റെ ഇലക്ഷനൊക്കെയാണ് വരാൻ പോകുന്നത്. കുക്കു തന്നെ, നമ്മളിതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കുക്കു, ഞാൻ അത് ചെയ്യാം, ഞാൻ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വോയിസ് ഡിലീറ്റ് ചെയ്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ആര് ഇലക്ഷന് നിൽക്കുന്നു, ആർ വോട്ട് ചെയ്യണോന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വല്ലതാണോ പറഞ്ഞു കൊടുക്കാൻ? എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ന്യൂസ് 18 ചർച്ചയിലായിരുന്നു ഇരുവരുടെയും വാദപ്രതിവാദം. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങളിത് ഇടപെടേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാം ഉഷ ഹസീനയുടെ പിന്നിലാണ് അണിനിരക്കുന്നത്, അവർ നോക്കിക്കോളും കേസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉഷ ഹസീനയ്ക്ക്, ദിവ്യ അയ്യരുടെയും ഇതൊക്കെ മാലാ പാർവതി എപ്പോഴാണ് ചെയ്തത്? ഈ ഇഷ്യൂ ഒക്കെ പിന്നെ ഇത് മീഡിയയിലൊക്കെ വന്നതിന് ശേഷമാണ് ഈ മാലാ പാർവതി ഇതൊക്കെ പൊന്നമ്മ ബാബുവിനെ വിളിക്കുന്നത്. അറിയുന്നില്ല. മാലാ പാർവതി ഐസിയിൽ ഉണ്ടായിരുന്നപ്പോ കുക്കു പരമേശ്വരൻ ഇല്ലായിരുന്നു ഐസിയില്. അതേസമയം മത്സരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നടി കുക്കു പരമേശ്വരൻ. ന്യൂസ് 18 കൊച്ചി. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയെ അനുകൂലിച്ച് ശ്രീകുമാരൻ തമ്പി. സർക്കാർ സഹായത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾക്ക് 1.5 കോടി രൂപയുടെ മൂല്യം കാണാൻ കഴിഞ്ഞില്ല. 4 സിനിമകൾക്കും ആ മൂല്യം തോന്നിയില്ലെന്നും ഗായിക പുഷ്പവതിയെ തനിക്ക് അറിയില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെപ്പറ്റി എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. അതേത് ചുമ്മാ വെറുതെ വഴിയാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ, ഇപ്പം 10 വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും, അത് സിനിമയാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞില്ല. എന്ത് പറഞ്ഞത്? പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു നിങ്ങൾ വൺ സൈഡായിട്ട് സംസാരിക്കുക, ഒരു ഏകപക്ഷീയമായി സംസാരിക്കുക.
അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം നിരാശാജനകവും അപലപനീയവുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അടൂർ സ്വയം തിരുത്തണം. പിന്നോക്ക വിഭാഗങ്ങളെയും സ്ത്രീകളെയും അപമാനിക്കുന്ന പരാമർശത്തിൽ എതിർപ്പുണ്ടെന്നും ഫ്യൂഡൽ പൊതുബോധ കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് പരാമർശമെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സദസ്സിൽ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഗായിക പുഷ്പവതി അഭിനന്ദനം അർഹിക്കുന്നുവെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കുഴിച്ചെടുക്കുന്ന രഹസ്യങ്ങൾ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ 7ാം ദിനവും തുടരുകയാണ്. ഇന്ന് 11ാം പോയിന്റിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടം ലഭിച്ച ബംഗള കുന്നിന് സമീപമാണ് ഈ പ്രദേശം. പൂർണ്ണമായ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങൾ ബംഗള കുന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇന്നലത്തെ ദിവസം വളരെ നിർണായകമായ തെളിവുകളാണ് ബംഗളക്കുന്നിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇന്നും ആ ഭാഗം കേന്ദ്രീകരിച്ചാണോ തെരച്ചിൽ നടക്കുന്നത്? ഈ പരിശോധനാ ഫലം, അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതെപ്പോഴത്തേക്കുണ്ടാകും? ശ്രീജ, തീർച്ചയായും 11ാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 11:30യോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളിയുമൊത്ത് SIT സംഘം ഇവിടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെ പൂർണ്ണ മനുഷ്യ അസ്ഥികൂടം ഒപ്പം അസ്ഥിയുടെ ഭാഗങ്ങളും 60ഓളം അസ്ഥിയുടെ ഭാഗങ്ങളും ഇത് ലഭിച്ച സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ 11ാം പോയിന്റ്. നേരത്തെ മാർക്ക് ചെയ്തതാണ് 11, 12, 13 ഈ 3 പോയിന്റുകളാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിനെ തിരച്ചിൽ പൂർത്തിയാക്കാനുള്ളത്. അതിൽ നിർണായകമാണ് 11ഉം 12ഉം. കാരണം ഇവിടെ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് പുതുതായി വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കുഴിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത്. പൂർണ്ണമായും മറച്ചുവെച്ച് അത്തരത്തിൽ പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെയാണ്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. കാരണം ഇന്നലെ ലഭിച്ച ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ അതല്ല, ഇത് എത്ര വർഷം പഴക്കമുണ്ട്, ഏത് രീതിയിലാണ് ഇതിൽ മരണം സംഭവിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നിലവിൽ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് ഈ ഇന്നലെ ലഭിച്ച എല്ലാ മൃതദേഹാവശിഷ്ടങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഏതായാലും 6ാമത്തെ പോയിന്റിലാണ് മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഇതുവരെ ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ SIT അന്വേഷണം ആരംഭിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചത് ഇന്നലെയായിരുന്നു. ഇന്നലെയാണ് നിർണായകമായ തെളിവുകൾ SITക്ക് ലഭിച്ചത്. എന്തായാലും ഇന്നും ഈ രീതിയിലുള്ള വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ പോയിന്റ് 11ഉം 12ഉം ഇന്ന് പൂർത്തിയാക്കാനാണ് ഈ SIT സംഘം ലക്ഷ്യമിടുന്നത്. അതിനുശേഷം സ്നാനഘട്ടയ്ക്ക് നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള സ്നാനഘട്ടയിലാണ് 13ാമത്തെ പോയിന്റ്. അതും വളരെ നിർണായകമാണ്. കൂടുതൽ പേരുടെ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ വെളിപ്പെടുത്തൽ. കാരണം ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഇതിന് സമീപമാണ്, ഈ സ്നാനഘട്ടയിലാണ്. അതിന് സമീപത്താണ് 13ാമത്തെ പോയിന്റ്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമാകുക. കാരണം കൂടുതൽ പരിശോധനയുണ്ട്. 70ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഇനി കൂടുതൽ പരിശോധന, അത് ഏത് രീതിയിലായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. ഇതുവരെ ഈ SIT നടത്തിയ പരിശോധന അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. അത് ഒരു പക്ഷേ 13ാമത്തെ പോയിന്റ് കൂടി പൂർത്തിയാക്കിയാൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ അതറിയാനുണ്ട്. എന്നാലും ഈ വനത്തിനകത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇതുവരെ മാർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളാണ്. പെട്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി ഇന്നലെ ഈ ഒരു സ്ഥലമുണ്ട്, താൻ കുഴിച്ചിട്ട സ്ഥലം, അവിടെ പരിശോധിക്കണമെന്ന് പറയുന്നതും അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ബംഗള കുന്ന് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പല സ്ഥലങ്ങളിലും ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് ഇനി കൂടുതൽ മാർക്ക് ചെയ്യാനുള്ളത്. ഒരു പക്ഷേ മാർക്ക് ചെയ്യാതെ തന്നെ ഇന്നലെ പരിശോധന നടത്തിയ പോലെ സർപ്രൈസ് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയായിരിക്കും ഇനി ഉണ്ടാവുക. എന്നാൽ അതല്ല ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തുമോ അതൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും SIT വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്നും പരിശോധന നടത്തുന്നത്. ഒരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് ഓരോ മണിക്കൂറുകളും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി ബൈജു, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ?
ആലപ്പുഴയിലെ ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. വ്യത്യസ്ത മൊഴി നൽകിയതിനാലാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18ലൂടെയാണ്. അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും സെബാസ്റ്റ്യൻ. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട് എന്ന് തന്നെ പറയാം. റോസമ്മ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത്. ഇവർ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18ലൂടെ, അതായത് ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഐഷയുടെ മക്കളോട് ഉൾപ്പെടെ നമ്മൾ സംസാരിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും ഈ സെബാസ്റ്റ്യനുമായുള്ള ഒരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് ഐഷയുടെ കുടുംബം സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു റോസമ്മ എന്ന വ്യക്തി ന്യൂസ് 18നോട് നിർണായകമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഐഷയുടെയും ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെയും അടുത്ത സുഹൃത്തായ റോസമ്മ ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യനുമായി വിവാഹം വരെ കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിന്ന ഒരു സ്ത്രീ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത 3 പേരും കോമൺ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു. അങ്ങനെയാണ് റോസമ്മ ന്യൂസ് 18നോട് ചില കാര്യങ്ങൾ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയത്. അതായത് ഐഷ സ്വന്തം പേരിൽ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ്. ഐഷയ്ക്ക് പണം ആവശ്യമുണ്ടായിരുന്നു. ഐഷ രജിസ്ട്രേഷനായി കരുതി വെച്ചിരുന്ന റിട്ടയർഡ് എംപ്ലോയി കൂടിയായിരുന്ന ഐഷ കരുതി വെച്ചിരുന്ന തുക സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കും. അത് വാങ്ങാനായി പോയ ഐഷയാണ് കാണാതായതെന്നും ഒപ്പം തന്നെ സെയിം മോഡസ്, അതായത് മറ്റു കേസുകളിൽ ഉണ്ടായതുപോലെ തന്നെ ഐഷയെ കാണാതായതിനു ശേഷം ഐഷയുടെ ഫോണിൽ നിന്നും പലതവണ തന്റെ ഫോണിലേക്ക് മിസ് കോളുകൾ വന്നിരുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ ആ നമ്പർ സംസാരിക്കാറില്ല എന്നടക്കമുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ഇവർ നമ്മളോട് നടത്തി. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം 2 ടീമുകളായി ഇവരോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. പക്ഷേ ആ വിശദാംശങ്ങൾ തേടുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇവർ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നതെന്നാണ്. ഇവരുടെ മൊഴികൾ പല സ്ഥലത്തും കോൺട്രഡിക്ടറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അതായത് ഒരു ഘട്ടത്തിൽ അവർ നമ്മളോട് ഇന്റർവ്യൂവിന്റെ തുടക്കഘട്ടത്തിൽ അവർ നമ്മളോട് വ്യക്തമാക്കിയത് ഐഷയുമായി സെബാസ്റ്റ്യനുമായുള്ള ബന്ധം താൻ ഉപേക്ഷിക്കുന്നത് ഐഷ തിരോധാനത്തിന് ശേഷമാണ്. ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എന്ന് അവർ നമ്മളോട് വ്യക്തമാക്കുന്നു. മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഐഷയുടെ തിരോധാനത്തിന് ശേഷം വീണ്ടും സെബാസ്റ്റ്യൻ ഇവിടെ വന്നിരുന്നു. അത് വർഷങ്ങളോട് 2017 കാലയളവ് വരെ സെബാസ്റ്റ്യൻ വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് തന്നെ വിവാഹം ആലോചിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അടക്കമുള്ള നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്തതിലേക്ക് എത്തിയിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. 80കാരിയായ സരസമ്മയെയാണ് അയൽവാസി ശശിധരൻ ക്രൂരമായി മർദ്ദിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നുവെന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തി നായർ സമുദായം പാർട്ടി അടക്കി വാഴുകയാണ്. ഇതാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. 65 ജില്ലാ കൌൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്ന്. ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 10-ൽ താഴെ പേർ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിൽ 18-ൽ 11 പേരും നായരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും 11 പേർ നായർ സമുദായ അംഗങ്ങൾ. സർക്കാർ പദവികളും നായർക്കായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും പരിഹാസമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നായർ സമുദായ അംഗങ്ങൾ. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത C ദിവാകരനെയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓഫീസും സ്ഥലവും പാർട്ടിക്ക് നൽകിയ KP ശങ്കരദാസിനെയും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയെന്നും പരാമർശമുണ്ട്. ഈഴവ സമുദായ അംഗമായതുകൊണ്ട് മാത്രമാണ് യുവ നേതാവ് J അരുൺ ബാബുവിനെയും തഴഞ്ഞത്. ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്തു പങ്കാണുള്ളതെന്നും ചോദ്യമുണ്ട്. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്നവർക്കെതിരെയും വലിയ അമർഷമാണുള്ളത്. മണ്ഡലം സമ്മേളനങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.
KPCC ഭാരവാഹികളുടെയും DCC അധ്യക്ഷന്മാരുടെയും പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിലും അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിൽ ഇതുവരെ സമവായമായിട്ടില്ല. അതേസമയം പുനഃസംഘടനാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. DCC അധ്യക്ഷന്മാരുടെ പട്ടികയ്ക്ക് രൂപം നൽകിയാണ് KPCC നേതൃത്വം ഡൽഹിയിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയ ശേഷവും പ്രധാന ഗ്രൂപ്പുകളെ ചർച്ചകളിൽ അവഗണിച്ചുവെന്ന പരാതിയാണ് നിലവിലുള്ളത്. ഡൽഹിയിലുള്ള കേരള MPമാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം AICC നേതൃത്വവുമായും KPCC നേതൃത്വം കൂടിക്കാഴ്ച നടത്തും. തുടർന്നാകും സാധ്യതാ പട്ടിക കൈമാറുക. 10-ലധികം DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചനകൾ. എന്നാൽ മികച്ച പ്രവർത്തനം നടത്തിയ ചില ജില്ലകളിൽ മാറ്റം വേണ്ടെന്ന അഭിപ്രായവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാറ്റം വരുന്ന ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ മോശം പ്രകടനം കാഴ്ചവെച്ചുവെന്ന വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലും ഒരു വിഭാഗത്തിനുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരിലും വൈസ് പ്രസിഡന്റുമാരിലും കൂടുതൽ പേരെ ഉൾപ്പെടുത്തും. നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനൊപ്പം പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത ചിലരെ ഒഴിവാക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആവശ്യപ്പെട്ട് സ്വന്തം കാലിന് പരിക്കേൽപ്പിച്ച പ്രതിപക്ഷത്തെ വേറെ എവിടെ കാണാനാകുമെന്നായിരുന്നു മോദിയുടെ പരിഹാസം. ജമ്മുകശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ 6ാം വാർഷിക ദിനത്തിൽ ചേർന്ന യോഗത്തിൽ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയതും രാമക്ഷേത്ര നിർമ്മാണവും മോദി പരാമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ മോദിയെ പാർലമെന്ററി പാർട്ടി യോഗം അഭിനന്ദിച്ചു. കയ്യടികളോടെയാണ് യോഗത്തിനെത്തിയ പ്രധാനമന്ത്രിയെ MPമാർ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ യോഗം പ്രമേയം പാസാക്കി. ചൈന പരാമർശത്തിലെ സുപ്രീം കോടതിയുടെ വിമർശനത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ശക്തമായ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് എല്ലാ ആദരവോടെയും പറയുന്നുവെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ്. സൈന്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാഹുൽ ഗാന്ധി സേനയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്നും തെറ്റായ വ്യാഖ്യാനമാണ് നടക്കുന്നതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ആര്യ ചേരും.